സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയുമെന്നുമെന്നുമനന്യനെ വന്ദനം വന്ദനമേ. വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനേ. സുഭാഷിതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുന്നു. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. And having been perfected, he became the author of eternal salvation to all who obey him. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നാം ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ദൈവം നൽകിയ അന്തർലീന ഗുണങ്ങളിൽ ഒന്നാണ് അനുസരണം. കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണമെന്നുള്ളത് അവരുടെ ഒരു കടമയായി നാം കണക്കാക്കുന്നു. ഭവനത്തിലായാലും സമൂഹത്തിലായാലും ജീവിതത്തിന്റെ ഏത് തുറകളിലും നിയമത്തിന്റെയും അധികാരത്തിന്റെയും നിഴലിൽ നാം അനുസരിക്കേണ്ടവരാകുന്നു. അതിലുപരിയായി നമ്മുടെ സൃഷ്ടിതാവും രക്ഷിതാവുമായ ദൈവത്തെ നാം എങ്ങനെ അനുസരിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സാക്ഷാൽ ദൈവമായിരുന്ന യേശു കർത്താവ് മനുഷ്യരൂപമെടുത്ത ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തന്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുന്നതിന് ഏൽപ്പിച്ചു കൊടുത്തു. ആദിമ മനുഷ്യരുടെ അനുസരണക്കേട് നിമിത്തം പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്ന് റോമർ 5:19 എഴുതിയിരിക്കുന്നു. യേശു കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ഏകനായി പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി, പിതാവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും നിത്യരക്ഷ നൽകുന്നതിന് വേണ്ടി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ യേശു അനുസരണമുള്ളവനായി തീർന്നു. 1 യോഹന്നാൻ 3:16 പറഞ്ഞിരിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്ന് വിശ്വസിക്കുന്നവരാണ് യേശുവിനെ സ്നേഹിക്കുന്നവർ. യേശുവിൽ വിശ്വസിക്കുന്നത് അനുസരണത്തിന്റെ പ്രവൃത്തിയാകുന്നു. നാം വായിച്ച കുറിവാക്യത്തിൽ കഷ്ടങ്ങളാലും അനുസരണത്താലും തികഞ്ഞവനായി യേശു കർത്താവ് തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യോഹന്നാൻ 3:36 എഴുതിയിരിക്കുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. എബ്രായർ 3:18-19 പൂർവപിതാക്കന്മാരായ ഇസ്രയേൽ ജനത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷകനായി യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർ കർത്താവായി അവനെ അനുസരിക്കുന്നതിലും ജീവിക്കുന്നു.
പരിശുദ്ധ പിതാവേ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നിത്യരക്ഷ പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജാധിരാജാവൂ നീ, രാജാധിരാജാവൂ നീ, രാജാധിരാജാവൂ നീ, എന്നും കർത്താധി കർത്താവൂ നീ, ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ.